വെൽക്കം ടു ടേസ്റ്റ് ഓഫ് അൽബൂസ്. ഞാൻ ഇന്ന് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനാവശ്യമായത് ചിക്കൻ 1 കിലോ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, വലിയ ജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ഒരു 5 വലിയ അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 അല്ലി വരെ ആകാം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ വറക്കാൻ ആവശ്യത്തിന്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. കുറച്ച് കൂടി നിൽക്കണം ഉപ്പ്, എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കനിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഉപ്പായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് ഈ ചിക്കനിലേക്കിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടെ സ്പൈസി ആക്കണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആകാം. ഇനി കാശ്മീരി ചില്ലി പൗഡർ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ മുളക് പൊടി തന്നെ മതിയാവും. ഇതിനി ഒരു അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി കൂടുതൽ സമയം ഉള്ളവരാണെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടപ്പേ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി അഥവാ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഒരുപാട് ചൂടാവാൻ പാടില്ല. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ്റെ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇടാൻ. ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചിക്കൻ അങ്ങ് എളുപ്പം ബ്രൗൺ കളർ ആവുകയും ചെയ്യും. പക്ഷേ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും മീഡിയം തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടണ്ട. കരിവേപ്പില മുകളിൽ കൂടെ ഒക്കെ ഒന്ന് വിതറി കൊടുക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ പാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത്ര എണ്ണ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ഇതിപ്പോൾ ഞാൻ വലിയ പാത്രം എടുത്തേ ഉള്ളൂ. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തിരിച്ചിട്ട സൈഡൂടെ ഒന്ന് വേവട്ടെ. ഇതിപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇനി എണ്ണയിൽ നിന്നിത് മാറ്റാൻ പോവാം. കുറച്ചുകൂടെയൊക്കെ ഫ്രൈ ആയി നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നേരം തിരിച്ചു മറിച്ചു വിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.